സിനിമകൾ എന്തുതന്നെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും അതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. പാട്ടും ഡയലോഗ്സും കോമഡിയും ഫൈറ്റും ഉൾപ്പെടുന്ന ക്രിയേറ്റീവ് പ്രോസസ്സ്. സിനിമയിൽ ഡയറക്ഷൻ, പ്രൊഡക്ഷൻ, എഡിറ്റിംഗ്, മ്യൂസിക്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഒരുപക്ഷെ എല്ലാം പെർഫെക്റ്റായി വർക്കൗട്ട് ആവണമെന്നില്ല. എത്ര തന്നെ ശ്രദ്ധിച്ചാലും ചില അബദ്ധങ്ങൾ ഉണ്ടായേക്കും. അത്തരത്തിൽ മലയാള സിനിമകളിലുണ്ടായ അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും സിപിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അബദ്ധങ്ങൾ അഥവാ മിസ്റ്റേക്സ് പ്രധാനമായും സിനിമയുടെ സീനുകളുടെ തുടർച്ചയിൽ സംഭവിക്കാം. അതിനെയാണ് കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അത്തരത്തിൽ മലയാളത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ കുറച്ച് കണ്ടിന്യൂറ്റി മിസ്റ്റേക്സ് ഏതൊക്കെയെന്ന് നോക്കാം. 1985 ജോഷി സാറിൻ്റെ ഡയറക്ഷനിൽ മമ്മൂട്ടി നായകനായി വന്ന സിനിമയായിരുന്നു നിറക്കൂട്ട്. ഈ ഒരു സിനിമയിൽ കാണിക്കുന്ന പത്രക്കമ്പനിയുടെ പേര് കേരളരമ എന്നാണ്. അത് സിനിമയിൽ പല സാഹചര്യങ്ങളിലായി കാണിക്കുന്നുമുണ്ട്. എന്നാൽ പത്രക്കമ്പനിയിലെ ഓഫീസിൽ വെച്ചിരിക്കുന്ന കലണ്ടറിൽ മാതൃരമ എന്നാണ് കാണിക്കുന്നത്. സംഭവം ഈ പത്രക്കമ്പനിക്ക് ആദ്യം തീരുമാനിച്ച പേരായിരുന്നു അത്. ആർട്ട് ഡയറക്ഷൻ വന്നൊരു മിസ്റ്റേക്കായിരുന്നു ഇത്. 1986 തമ്പി കണ്ണന്താനത്തിൻ്റെ ഡയറക്ഷനിൽ വന്ന മോഹൻലാൽ പടമായിരുന്നു രാജാവിൻ്റെ മകൻ. ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്ത് മോഹൻലാൽ മരിച്ചു വീഴുന്നൊരു സീനുണ്ട്. ആ സീനിൽ നടി അംബിക നിൽക്കുന്നത് ശ്രദ്ധിച്ചോ? മോഹൻലാൽ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ സീനിൽ അംബിക ഇട്ടിരിക്കുന്ന കമ്മലല്ല പിന്നീടുള്ള തൊട്ടടുത്ത സീനിൽ ഇട്ടിരിക്കുന്നത്. സംഭവം വേറെ ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് വന്ന കണ്ടിന്യൂറ്റി മിസ്റ്റേക്കാണിത്. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പരിഹരിക്കാവുന്ന മിസ്റ്റേക്ക് കൂടിയായിരുന്നു ഇത്. അതവർ എങ്ങനെയോ കാണാതെ പോയി. 1990 സിദ്ദിഖ് ലാൽ ഡയറക്ഷനിൽ വന്ന ഹിറ്റ് ചിത്രമായിരുന്നു ഇൻ ഹരിഹർ നഗർ. ഈ ഒരു സിനിമയിൽ അശോകൻ കൂട്ടുകാരറിയാതെ ഗീതാ വിജയനെ കാണാൻ പോകുന്നൊരു സീനുണ്ട്. ഈ സീനിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അശോകൻ ധരിച്ചിരിക്കുന്ന ബെൽറ്റ് അത് വൈറ്റ് കളറിലുള്ളതാണ്. എന്നാൽ തൊട്ടടുത്ത സീനുകളിൽ ബെൽറ്റിൻ്റെ കളർ ബ്ലാക്കായി മാറുന്നത് കാണാം. ഇതും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാറ്റാമായിരുന്ന ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. 1992 സിദ്ദിഖ് ലാൽ കോംബോയിൽ വന്ന മോഹൻലാൽ ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. ഈ ഒരു സിനിമയിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു ഇന്നസെന്റ് ചേട്ടൻ കോണിപ്പടിയിൽ നിന്നും വീഴുന്ന സീൻ. ആ ഒരു സീനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? സംഭവം വേറൊന്നുമല്ല, പടിയിൽ വീണിട്ട് ഇരിക്കുന്ന ഇന്നസെന്റ് ചേട്ടനെ കനക നോക്കി ചിരിക്കുന്ന ഒരു സീനുണ്ട്. ശേഷം തലയിലെ മുല്ലപ്പൂവ് ലാലേട്ടന് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സീനുമുണ്ട്. ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ അറിയാം, ആദ്യ സീനിൽ തലയിൽ മുല്ലപ്പൂവില്ല, എന്നാൽ തൊട്ടടുത്ത സീനിൽ തലയിൽ മുല്ലപ്പൂവ് ഉള്ളതായും കാണുന്നുണ്ട്. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. 1999 വന്ന ജയറാം പടമായിരുന്നു പട്ടാഭിഷേകം. ഈ ഒരു സിനിമയിൽ ജയറാം മോഹിനിയെ പെണ്ണുകാണാൻ വരുന്ന സീനിൽ, അതായത് ഈ സീനിൽ മോഹിനിയുടെ കഴുത്തിൽ മാല ഇട്ടിരിക്കുന്നതായി കാണാം. പക്ഷേ തൊട്ടടുത്ത സീനിൽ മാല കാണാതാവുകയും പിന്നെയുള്ള സീനുകളിൽ വീണ്ടും മാല വരികയും ചെയ്യുന്നുണ്ട്. സംഭവം ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമല്ല, എഡിറ്റിംഗ് മിസ്റ്റേക്ക് കൂടിയാണ്. കാരണം മാല ഇടുന്നൊരു സീൻ ഇടയിൽ തെറ്റായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒഴിവാക്കാമായിരുന്ന മിസ്റ്റേക്കായിരുന്നു ഇത്. അടുത്തത് 1999 പ്രിയദർശന്റെ ഡയറക്ഷനിൽ മമ്മൂട്ടി നായകനെ വന്ന സിനിമയായിരുന്നു മേഘം. ഈ ഒരു സിനിമയിൽ ഞാനൊരു പാട്ടുപാടാം എന്ന് പറയുന്ന ഒരു പാട്ടിന്റെ ഭാഗത്ത് മമ്മൂക്ക സൈക്കിൾ ഓടിക്കുന്ന സീനുകളുണ്ട്. അതിൽ സീൻ ബൈ സീനിൽ ഓടിക്കുന്ന സൈക്കിളിന്റെ ബെല്ലും ഡൈനാമോയും ഉള്ളതായും ഇല്ലാത്തതായും കാണാം. ഇതും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. സംഭവം മമ്മൂക്ക ഓടിച്ചിരുന്നത് 2 സൈക്കിളുകളാണ്. രണ്ടും വേറെയാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അടുത്തത് 2001 ജോഷി സാറിന്റെ ഡയറക്ഷനിൽ മോഹൻലാൽ നായകനായി വന്ന ഹിറ്റ് ചിത്രമായിരുന്നു പ്രജ. ഈ ഒരു സിനിമയിൽ ഷമ്മി തിലകൻ ബാബു നമ്പൂതിരിയെ കൊല്ലാൻ വരുന്നൊരു സീനുണ്ട്. ഈ ഒരു സീനിൽ കോണിപ്പടി കയറി വരുന്ന ഷമ്മി തിലകൻ പാൻ്റാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ മുകളിലെത്തിയപ്പോഴേക്കും മുണ്ടായി മാറി. അതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. ഒരുപക്ഷെ കാലിൻ്റെ ക്ലോസപ്പ് സീൻ ഡ്യൂബിനെ വെച്ച് ഷൂട്ട് ചെയ്തതാവാം. അടുത്തത് 2004 ജോഷി സാറിന്റെ ഡയറക്ഷനിൽ ദിലീപ് നായകനായി വന്ന സിനിമയായിരുന്നു റൺവേ. ഈ ഒരു സിനിമയിൽ ജയിലിൽ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീനിൽ ഈ സീനിൽ ദിലീപിന്റെ ഷർട്ടിലെ ബട്ടൺസുകൾ പൊട്ടിയതായും ഷർട്ട് മുഷിഞ്ഞതായും കാണാം. എന്നാൽ തൊട്ടടുത്ത സീനിൽ ഷർട്ടിൽ ബട്ടൺസുമുണ്ട്, മുഷിഞ്ഞിട്ടുമില്ല. പിന്നെയും തൊട്ടടുത്ത സീനിൽ പഴയതുപോലെ മുഷിഞ്ഞും ബട്ടൺസ് പൊട്ടിയും കാണാം. സംഭവം ഇതും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. കൂടാതെ ഇതും ഒരു എഡിറ്റിംഗ് മിസ്റ്റേക്ക് കൂടിയാണ്. അതെന്താണെന്ന് മനസ്സിലായാൽ കമന്റ് ചെയ്യൂ. അടുത്തത് 2005 ജോണി ആന്റണിയുടെ ഡയറക്ഷനിൽ ദിലീപ് നായകനായി വന്ന പടമായിരുന്നു കൊച്ചി രാജാവ്. ഈ ഒരു സിനിമയിൽ ദിലീപിന്റെ ഇൻട്രോ സീനിൽ ഹരിശ്രീ അശോകൻ വന്ന് ജീപ്പിലിരിക്കുന്ന ദിലീപിനെ കാണിക്കുന്ന ഒരു സീനിൽ ദിലീപിന്റെ അടുത്തായി അമ്മയും പെങ്ങളും ഇരിക്കുന്നതായി കാണാം. എന്നാൽ ദിലീപിന്റെ ക്ലോസപ്പ് ഷോട്ടിൽ അവർ കാണാതെ പോവുകയും അടുത്ത സീനുകളിൽ അവർ ആ ജീപ്പിൽ ഇരിക്കുന്നതുമായി കാണിക്കുന്നുണ്ട്. ഇതും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്തത് 2015 സച്ചിയുടെ ഡയറക്ഷനിൽ പൃഥ്വിരാജ് നായകനായി വന്ന അടിപൊളി സിനിമയായിരുന്നു അനാർക്കലി. ആ ഒരു സിനിമയിൽ സുദേവ് നായർ പൃഥ്വിരാജിനെ കാണാനായി വന്ന് തിരിച്ചു പോകുന്ന സീനിൽ ഈ സീനിൽ രാജുവേട്ടൻ ഒരു ബെൽറ്റ് ഇട്ടതായി കാണാം. എന്നാൽ തൊട്ടടുത്ത സീനിൽ ബെൽറ്റ് കാണാതാവുകയും ചെയ്യുന്നുണ്ട്. ഇതും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്തത് 2016 എബ്രിക് ഷൈനിന്റെ ഡയറക്ഷനിൽ നിവിൻ പോളി നായകനായി വന്ന സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. ഈ ഒരു സിനിമയിൽ അസീസിനെ ഓടിച്ചിട്ട് പിടിക്കുന്ന ഒരു സീനിൽ, അതായത് ഈ സീനിൽ ഓടി വന്ന നിവിനും അസീസും വിയർത്തതായി കാണാം. പക്ഷേ പിടിച്ചിട്ട് പോകുന്ന തൊട്ടടുത്ത സീനിൽ നിവിൻ വിയർത്തതിന്റെ അടയാളം പോലുമില്ല. ഇതും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആയിരുന്നു.
അങ്ങനെ സിനിമകളിൽ ഇത്തരം മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നത് തികച്ചും സ്വാഭാവികമാണ്. പഴയ സിനിമകളിൽ മാത്രമല്ല പുതിയ സിനിമകളിലും ഇങ്ങനെയുള്ള മിസ്റ്റേക്സുകൾ ഉണ്ടായിരിക്കും. എത്ര തന്നെ ടെക്നോളജി അപ്ഡേറ്റ് ആയാലും പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നാലും ഇതിനൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സിനിമകളിലെ അബദ്ധങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോകളായ ഡ്യൂഡ് മൂവി റോസ്റ്റ്, എന്തുകൊണ്ട് റീ റിലീസ്, ഹൈസ്റ്റ് ഗ്രോസിംഗ് തമിഴ് മൂവീസ്, ഒരേ കഥയിൽ വന്ന സിനിമകൾ എന്നീ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.